ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള താൽക്കാലിക കടകൾക്ക് പിന്നിലൂടെ മലിനജലം ഒഴുകി ദുർഗന്ധം വമിക്കുന്നത് പൊതുജനങ്ങൾക്ക് ദുരിതമാകുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റേഷനോട് ചേർന്നാണ് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത്. മലിനജലം ഒഴുകുന്നതിനെതിരെ നഗരസഭാ അധികൃതർക്ക് കച്ചവടക്കാർ അടക്കമുള്ളവർ പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ്. ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ്. ഇത് മുനിസിപ്പാലിറ്റി കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കച്ചവടക്കാർക്ക് മാത്രമല്ല, നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഇതിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നതാണ്. ഇതിലെ നടക്കുന്ന പാസേജാണ്. ഇതിൽ അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. ഈ വേസ്റ്റ് വെള്ളം എന്തോരം ഇവിടെ മൂക്ക് പൊത്താതെ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ മറ്റ് സമര പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. കാട് കയറി കിടക്കുന്ന ഈ ഭാഗം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പലരും ഉപയോഗിക്കുന്നതും ദുർഗന്ധം രൂക്ഷമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഏറ്റുമാനൂർ ടൗണിൻ്റെ ഒരു പ്രധാന ഭാഗമാണിത്. ഇവിടെ ഒരു 10-30ഓളം കച്ചവടക്കാരിവിടെ ഉണ്ട്. മൂക്ക് പൊത്താതെ ഇതിലെ നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇവിടുത്തെ ആരോഗ്യ വിഭാഗമൊക്കെ പുതുതായിട്ട് ചാർജ് എടുത്തവരൊക്കെ ഇത് കാണേണ്ടതാണ്. നമ്മളാരെയും ചെറുതാക്കാനൊന്നുമല്ല. ഇവിടെ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ. ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ എത്ര നാളായിട്ട് ഇവിടെ ദിവസത്തിൻ്റെ ഒരു 3/4 പങ്കും ഇവിടെ ഈ കടകളിലിരുന്നാണ് ഇവർ ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഈ പുഴു പിടിച്ച ഒരു സ്ഥിതിവിശേഷം ഈ നഗരസഭയുടെ തൊട്ടുവാതുക്കൽ ഇത് കാണുകയാണ്. പുതുതായിട്ടുണ്ടായ കാര്യമല്ല. ഇത് പുതുതായിട്ടുണ്ടായതാണെന്ന് ആരും പറയുകയും വേണ്ട. കുറേ കാലമായിട്ട് ഇതാണ് സംഭവം. ഇതിന് ആർക്കും ഒരു തീരുമാനമില്ല. ഇതിൻ്റെ ദുർഗന്ധം അടിച്ചു കഴിഞ്ഞാൽ ഏത് രോഗം വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മാറാവ്യാധികൾ വരും. ഇവരെല്ലാം ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ദിവസത്തെ അതായത് രാവിലെ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി വരെ ഇവിടെയാണ് ചെലവഴിക്കുന്നത്. ഈ ദുർഗന്ധം അടിച്ച് ഇവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ട് ഇത് മുന്നോട്ട് പോകണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.